السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده سيدنا محمد وعلى آله وصحبه ومن اقتدى بهدى. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഹംസ ഉസ്താദ് അവറുകളെ, നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ ഉസ്താദുമാർ, സ്ഥാപനത്തിൻ്റെ വൈസ് ചാൻസലർ എ വി ഉസ്താദ്, കൊയിലാണ്ടി ഖാദി തഖിയുദ്ദീൻ ഹൈതമി ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, സഹ വിഷയാവതാരകൻ പ്രഗത്ഭ പണ്ഡിതൻ കൂടിയായിട്ടുള്ള എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ്, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ ഉസ്താദുമാർ, ദാറുസലാമിൻ്റെ അഭ്യുദയകാംക്ഷികൾ, കമ്മിറ്റി പ്രതിനിധികൾ, CDICയുടെ നേതാക്കൾ, സദസ്സിലിരിക്കുന്ന വളരെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സഹോദരന്മാർ, മുതഅല്ലിമുകൾ, ജാമിയ ദാറുസലാം അൽ ഇസ്ലാമിയയുടെ 43-ാം വാർഷിക 14-ാം സനദ്ദാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദർശ സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. ദാറുസലാമിനെ 18 വർഷക്കാലത്തോളം നേരിട്ടും അതിനെ തുടർന്ന് ഇന്ന് വരെ ആത്മീയമായും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനുഭാവൻ, അദ്ദേഹം കൂടുതൽ ലോകത്തറിയപ്പെട്ടത് ആദർശത്തിൻ്റെ പ്രചാരകനായിട്ടായിരുന്നു. പ്രത്യേകിച്ച് വേണ്ടത്ര ശ്രദ്ധയോടെ ചർച്ച ചെയ്യപ്പെടാത്ത ചില പ്രത്യേക വിഷയങ്ങൾ ഇതര മതസ്ഥരായിട്ടുള്ള ക്രിസ്ത്യാനികൾ, ഖാദിയാനികൾ തുടങ്ങിയ മതവിഭാഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഉൽപ്പതിഷ്ണുക്കളോട് സംവദിക്കുന്നത് പോലെ ഇതര മതസ്ഥരോടും സംവദിക്കാൻ സമൂഹം സജ്ജരാകണം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള, അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള വലിയ മനുഷ്യന്റെ ഓർമ്മയിലാണ് നമ്മൾ എല്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായും ഇത്തരം ആദർശ സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ സെഷനിലും അതേപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സാധാരണ ആദർശ വേദികളിലുള്ള ചർച്ചകളിൽ നിന്ന് ഭിന്നമായി ഖാദിയാനിസവും ക്രിസ്ത്യാനിസവും ഷെയ്ഇസവുമാണ്. പലപ്പോഴും കേരളത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത, മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ ആളുകളെ അടർത്തിയെടുക്കാൻ സാധിക്കാത്ത വിഭാഗങ്ങളാണ് ഇവ മൂന്ന്. അതിൽ എനിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളത് ഖാദിയാനിസത്തെ കുറിച്ചുള്ള വിഷയമാണ്. ഒരു പക്ഷേ വഹാബിസത്തിനും മൗദൂദിസത്തിനുമൊക്കെ മുമ്പേ കേരളത്തിൽ കടന്നു വരികയും എന്നാൽ അവരൊന്നും ഉണ്ടാക്കിയ സ്വാധീനം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത, നൂറ്റാണ്ടൊന്ന് കഴിഞ്ഞിട്ടും ഇന്നും മുരടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഖാദിയാനിസം. വേണ്ടത്ര ചർച്ചകൾ നടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. കാരണം അത്രയേറെ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ആ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ യാത്ര ചെയ്താൽ വളരെ പരിമിതമായ ചില സ്ഥലങ്ങളിൽ കുറച്ച് കുടുംബങ്ങളായി മാത്രം ഒതുങ്ങിപ്പോയ ഒരവസ്ഥയാണ് ഖാദിയാനികളുടെ കേരളീയ സമകാലിക വായന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കേരളത്തിൽ ആദ്യമായി
കടന്നു വന്ന പഴയങ്ങാടി, കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ കാദിയാനി പ്രഥമദ്വയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹിദ്ദീൻ, കുഞ്ഞമ്മദ് എന്ന് രണ്ടുപേർ, അവരുടെ പിൽക്കാല കുടുംബക്കാർ, അതുപോലെ അവരുടെ കൂടെ ജീവിച്ച ആളുകൾ, അവരൊക്കെയാണ് ഇന്നും കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും പഴയങ്ങാടി, അവരിൽ നിന്ന് കുടുംബശാഖ രൂപപ്പെട്ട കൂടാളി എന്നീ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ ഇവർക്ക് ചെറുതായെങ്കിലുമുള്ള സ്വാധീനമുള്ള. അതേപോലെ എല്ലാ ജില്ലകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും വേണ്ടത്ര മുസ്ലിങ്ങളിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റിയെടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ, അതോടൊപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ ലോകത്തേക്ക് കടന്നു വന്ന ബിദ്ഈ പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചത് പോലുള്ള അപജയത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദർശ മേഖലകളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ മാത്രമാണ് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളെ വേണ്ടത്ര അവധാനതയോടെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇന്ന് കാദിയാനികൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന പ്രശ്നം മുനീർ അസീം എന്ന പേരിൽ മൗറീഷ്യസിൽ കാദിയാനികൾ വാദിച്ചിരുന്ന അതേ വാദം, കാദിയാനികൾ ഇതുവരെ ഖത്മുൻ നുബുവത്തിനെ എതിർത്തുകൊണ്ട് അവർ വാദിച്ചിരുന്ന അതേ വാദങ്ങളുമായി ഒരു പ്രവാചകനെ അഭിമുഖീകരിക്കുകയും അയാളുടെ ആളുകൾ കേരളത്തിലടക്കം അയാളുടെ ആളുകൾ അവർക്കിടയിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന വലിയ ജോലിയിലാണ് ഇന്ന് കാദിയാനികൾ വ്യാപൃതരായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീഷണിയാണ് കാദിയാനികൾ എന്ന് പറയാൻ സാധിക്കില്ല. ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവനെ പോലുള്ള ആളുകൾ ഒരു കാലത്ത് വലിയ ഭീഷണിയാകുമോ എന്ന ഭയം രൂപപ്പെട്ട സന്ദർഭത്തിൽ അനിവാര്യമായ പ്രതിരോധങ്ങൾ തീർത്തതിന്റെ അനുരണനങ്ങളാണ്, അതിന്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സൗഭാഗ്യം. ഒരുപക്ഷെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഇത്യാദി വിഭാഗങ്ങളെ പോലെ നമുക്കിടയിലേക്ക് ഇറങ്ങി ഉള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവർ മെനക്കെടുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇവരെക്കാൾ കൂടുതൽ ആകർഷിക്കാൻ സാധിക്കുന്ന വാദങ്ങൾ അവർക്ക് നിരത്താൻ കഴിയുമെന്നും ഇവരെ പോലെ ദേഷ്യപ്പെടാതെയും മാന്യതയോടെയും സംസാരിക്കുന്ന ശൈലിയും അവർക്കുള്ളതുകൊണ്ട്, പണ്ഡിത വിദ്യാർത്ഥികൾ കൂടുതൽ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും കാദിയാനികളുമായി സംസാരിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. വളരെ മാന്യതയോടെ, അവധാനതയോടെ, ദേഷ്യപ്പെടാതെ സംസാരിക്കുന്ന പ്രകൃതക്കാരായതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ അവർക്കായിരുന്നു സാധിക്കേണ്ടിയിരുന്നത്. പക്ഷേ ദീർഘവീക്ഷണവും അഗാധ പാണ്ഡിത്യവുമുള്ള നമ്മുടെ പൂർവ്വതലമുറ, അതിലെ അഗ്രേസരരായ പണ്ഡിതർ, അവർ നമുക്ക് പ്രതിരോധം തീർത്തു തരികയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോക ജീവിതത്തിൽ അതിന്റെ പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുന്നു. ഇസ്ലാമിക വിശ്വാസങ്ങളിലെ പല സജീവമായ വിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്യുക, അതാണ് ലോകത്തേക്ക് കടന്നു വന്ന മിക്കവാറും ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതി. പ്രവാചകനെ സ്നേഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ, സ്വന്തം ശരീരങ്ങളെക്കാൾ ഉപരി പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ഒരുപാട് തങ്ങൾ പ്രവാചകരാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നു. പിന്നെ വിലായത്ത്, അള്ളാഹുവിനോട് അടുപ്പ കൂടുതൽ ഉണ്ടാവുന്ന ആളുകളോട് ഇഷ്ടമുണ്ടാവുക സമുദായത്തിലെ ഒരു പൊതുപ്രവണതയാണ്. അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് കള്ള വലിയുമാർ, വ്യാജ ശൈഖുമാർ, വ്യാജ തരീഖത്തുകൾ അവയൊക്കെ വന്നു. അതുപോലെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് മഹ്ദിയുടെ ആഗമനത്തെ കുറിച്ചുള്ള വിശ്വാസം. അവസാന കാലത്ത് നീതി നശിക്കുമ്പോൾ നീതിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നീതിയുടെ സംസ്ഥാപകനായി ഒരു മഹ്ദി കടന്നു വരും എന്ന വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വിശ്വാസവും ഏറെ വ്യാജ മഹ്ദിവാദങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഒറിജിനലായുള്ള വിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം
ഇസ്ലാമിലെ വ്യത്യസ്ത സെക്റ്റുകളെ കുറിച്ചുള്ള ചരിത്ര വായന നടത്തുന്ന ഏതൊരു പ്രാഥമിക ചരിത്ര വായനക്കാരനും ഗ്രഹിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, മതത്തിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ചുള്ള ചർച്ച അവരുടെ ആദർശങ്ങളെ ചർച്ച ചെയ്യുന്നതിന്റെ ആമുഖമായി അവരെ കുറിച്ചുള്ള ചരിത്ര പരിശോധനയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ഓരോ വിഭാഗങ്ങളും പുതിയ വാദങ്ങളുമായി കടന്നു വരികയും ആയത്തുകളെ ഹദീസുകളെ ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുകയും അവർ ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ പരസ്പരം വ്യത്യസ്ത വിഭാഗങ്ങളായി നശിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നശിക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ തുടർന്നു പോന്നിട്ടുള്ളത്. ഖവാരിജ് എന്ന ആദ്യ ഉൽപ്പതിഷ്ണു വിഭാഗത്തിന് ഇന്ന് ഒരു ശാഖയോ സംഘടനയോ ഇല്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ആശയങ്ങൾ പലരും പേറുന്നുണ്ടെങ്കിൽ അതുപോലെ ഒട്ടനവധി വിഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതോടൊപ്പം നമ്മുടെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങൾ നമ്മൾ ആ വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളെയും ഇന്ന് വരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവരൊക്കെ ചരിത്രത്തിന്റെ ഏതോ ദശാസന്ധിയിൽ നശിച്ചു തീർന്നു. അവരുടെ ആശയങ്ങൾ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ഓരോ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം, മഹ്ദിവാദം ഉന്നയിച്ച നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഈ നന്ദിയുടെ പരിസര പ്രദേശത്തടക്കം 1-2 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ മഹ്ദിയായി രംഗപ്രവേശനം ചെയ്ത ആളുണ്ടായി. അയാൾ ഇന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി എന്നാണ് വിവരം. ഇങ്ങനെ മഹ്ദിവാദം ഉന്നയിച്ച എത്രയോ ആളുകൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമയെ തകർത്ത് കളയാനും വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ അവസ്ഥ അവർക്കൊന്നും നീതി സംസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. നീതിയുടെ പുനഃസംസ്ഥാപകനായിട്ടുള്ള ഒരു മഹ്ദിയും ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ ചരിത്രത്തിന്റെ ഭാഗമായി 1835 അല്ലെങ്കിൽ 36 അല്ലെങ്കിൽ 39 അല്ലെങ്കിൽ 40 ജനിച്ച മിർസ ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന അയാൾ ജനന തീയതിയെ കുറിച്ച് അങ്ങനെ വർഷങ്ങളിൽ 4 അഭിപ്രായങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വാദത്തിനനുസരിച്ച് അദ്ദേഹം തന്നെ ജനന തീയതി പുതുക്കുകയായിരുന്നു. 35 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചില വാദങ്ങൾക്ക് കുഴപ്പമുണ്ടാകും, 36 എന്ന് പറഞ്ഞാൽ ചില വാദങ്ങൾക്ക് കുഴപ്പമുണ്ടാകും, 40 നുബുവത്ത് ലഭിക്കുന്നതിന്റെ സാധുതയെ സാധൂകരിക്കാൻ വേണ്ടി അങ്ങനെ ജനന തീയതിയിലടക്കം കൃത്രിമം നടത്തിയിട്ടുള്ള വലിയ ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ ഖാദിയാനിസത്തിന്റെ സംസ്ഥാപകൻ ആയിട്ടുള്ള മിർസ ഗുലാം മുഹമ്മദ്. ഖാദിയാൻ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രദേശമാണ് എന്ന് നമുക്കറിയാം. ഇന്നും ഖാദിയാൻ അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ആളുകളുള്ള ഗ്രാമമായി ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രദേശമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് ഖാദിയാനികൾ അവർ മാത്രമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് തന്നെ ഖാദിയാനികൾ, ലാഹോരികൾ ഇങ്ങനെ 2 വിഭാഗമായി അവർ വേർതിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറെ വിഭാഗങ്ങളുണ്ട്. അതിനുശേഷം പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു നിലനിൽപ്പില്ലാത്ത ഈ വിഭാഗം ഇവർക്ക് മുമ്പേ പ്രവാചകത്വവാദം ഉന്നയിച്ചിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ദുരുപയോഗം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളെ, ചില ആയത്തുകളെ അപ്പടി ദുരുപയോഗം ചെയ്തു എന്നതല്ലാതെ, ദുരുപയോഗത്തിന്റെ ഒരു തുടർച്ച എന്നല്ലാതെ പുതിയ വാദങ്ങളൊന്നും ധാരാളമായി നമുക്ക് ഇവർക്കെതിരെ പ്രതിരോധിക്കേണ്ടി വരുന്നില്ല. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പാഠമാണ് ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രവാചകത്വ പരമ്പര പരിസമാപ്തി കുറിക്കപ്പെട്ടു എന്നത്. അതിൽ വലിയ സംശയവും ആയത്ത് ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രവാചകൻ വരുമെന്നോ ആ പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വേദങ്ങൾ കൂടി നിങ്ങൾ അനുധാവനം ചെയ്യണമെന്നോ ഏതെങ്കിലും ഒരു വചനത്തിൽ ഏതെങ്കിലും ചെറിയ സൂചന പോലും നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത് വിശ്വാസികളുടെ ലക്ഷണം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളുടെ ലക്ഷണം മുത്തഖീങ്ങൾ ആരാണെന്ന് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അല്ലാഹു പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക.
അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അങ്ങേക്ക് മുമ്പുള്ളവരിൽ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന ആളുകളാണ് മുത്തഖികൾ എന്നാണ്. അങ്ങയിൽ അവതരിപ്പിക്കപ്പെട്ടതിലും അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അങ്ങേക്ക് മുമ്പുള്ളവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക്. അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങയുടെ മുൻഗാമികൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അങ്ങയുടെ പിൻഗാമികൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ കാര്യം പ്രസ്പഷ്ടമാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അവർ അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അങ്ങയുടെ മുൻഗാമികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങേക്ക് പിന്നിൽ അവതരിപ്പിക്കപ്പെടുന്നതിൽ വിശ്വസിക്കുന്നവർ എന്ന് അള്ളാഹു പറയാത്തത് തന്നെ രണ്ടാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അടിസ്ഥാനപരമായി ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്ന് അള്ളാഹു തെളിച്ചു പറഞ്ഞിരിക്കുന്നു. ഖുർആൻ യഥേഷ്ടം എടുത്തു നോക്കിയാൽ സമാനമായ വാക്കുകൾ കാണാം. തുടക്കത്തിൽ ഞാൻ ഓതിവച്ച ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത് ഫആമിനു ബില്ലാഹി വ റസൂലിഹി നബിയിൽ ഉമ്മിയിൽ ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി വത്തബിഉഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബിയെ ആളുകളെ വിളിച്ചിട്ട് പറയണം, നാട്ടുകാരെ, ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കും നിയോഗിതനായിട്ടുള്ള ദൂതനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഭുവനവാന ലോകങ്ങളുടെ അധികാരമുള്ള രാജാതിരാജന്റെ ദൂതനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനെ അർഹതയോടെ ആരാധിക്കപ്പെടുന്നവനുള്ളൂ. ഫആമിനു ബില്ലാഹി വ റസൂലിഹി നബിയിൽ ഉമ്മി, ഈ ഉമ്മിയായ ഈ റസൂലിൽ വിശ്വസിക്കുക, വത്തബിഉഹു, ഇവരെ അനുധാവനം ചെയ്യുകയും ചെയ്യുക, ലഅല്ലക്കും തഹ്തദൂൻ, എന്നാൽ നേർമാർഗം ശ്രദ്ധിക്കുമെന്നാണ്. വേറൊരു പ്രവാചകനെ അനുധാവനം ചെയ്യാൻ വിശ്വാസികളോട് ശാസനയില്ല. ഇവരെ അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലക്കും തഹ്തദൂൻ, ഹിദായത്ത് സമ്പൂർണ്ണമായി എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉ സൂറത്തു നിസായിലെ വചനം വിശദീകരിച്ച് സംസാരിക്കുകയല്ല. ഒട്ടനവധി വചനങ്ങൾ കാണാം സൂറത്തു നിസായിൽ. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല എന്ന് അല്ലാഹു പറയുന്നു. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, ഈ റസൂലിനെ അനുസരിക്കണം, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ അല്ലാഹുവിലേക്കും ഈ റസൂലിലേക്കും മടക്കണം. അത് തന്നെയാണ് വ്യാഖ്യാനം, അത് തന്നെയാണ് സൗന്ദര്യമുള്ള ആശയം. ദാലിക ഖൈർ വഅഹ്സനു തഅവീല, മികച്ചതും സൗന്ദര്യമാർന്നതുമായ വ്യാഖ്യാനം അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നു. സൂറത്തു അൽ-മാഇദ, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും നമ്മളോടുമായി സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു അങ്ങനെ പറയുന്നു, ദീൻ സമ്പൂർണ്ണമായിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിട്ടുണ്ട്, എല്ലാം തീർന്നിട്ടുണ്ട്, ഇനി ഒരു പുതിയ പ്രവാചകനൊന്നും വരാനില്ല എന്ന് പറയും. പിന്നെ ഇതിന്റെയൊക്കെ ബേസിൽ നിന്നാണ് മാകാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയീൻ നമ്മൾ ചർച്ച ചെയ്യുന്നു. അല്ലാതെ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് മാത്രം കണ്ടവരല്ല മുസ്ലിങ്ങൾ. ഈ ആയത്ത് മാത്രം അടർത്തിയെടുക്കുകയും ഈ ആയത്ത് കൊണ്ട് എന്തോ വിപ്ലവം സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന വ്യാമോഹത്താൽ മുസ്ലിങ്ങളിലെ അല്പജ്ഞാനികളോ സാധാരണക്കാരോ ആയ ആളുകളെ കാണുമ്പോൾ ഈ ആയത്ത് പറഞ്ഞ് ഖാത്തം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സമൂഹത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ആ കാലഘട്ടത്തിലെ ആളാണ്, അവസാനത്തെ ആളാണ്, ശ്രേഷ്ഠനായ ആളാണ്, നല്ലയാളാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ആയത്തുകൾ ഓതിവെക്കണം. ശുദ്ധ ഖുർആന്റെ ബേസ് ആയിട്ടുള്ള, ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമായിട്ടുള്ള, ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയെ കുറിച്ചും മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അള്ളാഹു വിശദീകരിച്ച് തരുന്നതിനെ കുറിച്ചും പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഖത്മുൻ നുബുവത്ത് എന്ന് ഒരായത്തിനെ മാത്രം പിടിച്ച് പിന്നെ ഇത് നമ്മൾ പറഞ്ഞു തീർക്കുമ്പോഴേക്ക് അടുത്ത വാദം വരും. ഒരു വാദത്തിൽ സ്റ്റാറ്റിക് ആയി നിൽക്കുന്ന ഏർപ്പാടല്ല
മറ്റു പല അവാന്തര വിഭാഗങ്ങളും ചെയ്യുന്നത് പോലെ ഖാദിയാനികൾ ചെയ്യാറുള്ളത്. പൊതുവെ അവരോടുള്ള സംവാദത്തിൽ, സംസാരത്തിൽ ഒക്കെ അവർ ചെയ്യാറുള്ളത് ഒരു തെളിവ് അത് തകരുമെന്ന തോന്നൽ ഉണ്ടാകുന്ന ഉടനെ അടുത്ത വ്യാഖ്യാനം വരും. അത് ഇതിനേക്കാൾ വലിയ വ്യാഖ്യാനമായിരിക്കും. ഏതെങ്കിലും ഒന്ന് നമ്മൾ കേൾക്കാത്തതായാൽ അവർ രക്ഷപ്പെട്ടു എന്ന തരത്തിലാണ് സംവാദങ്ങൾ പുരോഗമിക്കാറുള്ളത്. ഇതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് മിർസ ഗുലാം അഹ്മദ്. നബി തങ്ങളുടെ രണ്ടാമത്തെ ആഗമനമാണ്. നബി തങ്ങളുടെ രണ്ടാമത്തെ ആഗമനമാണ് മിർസ ഗുലാം അഹ്മദിന്റെ. അദ്ദേഹത്തിന്റെ വാദങ്ങളൊന്നും വിശദമായി ചർച്ച ചെയ്യാൻ ഈ ഒരു ചെറിയ സമയം പരിമിതമാണ് എന്ന് എന്നെക്കാൾ ഉപരി നിങ്ങൾക്കറിയാം. മുജദ്ദിദാണെന്നും മുഹദ്ദസാണെന്നും ബുറൂസി പ്രവാചകനാണെന്നും അങ്ങനെ പല പല വാദങ്ങളും പറഞ്ഞു നോക്കി. മഹ്ദിയാണെന്നും മസീഹാണെന്നും എല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാദത്തെ അതിന്റെ ആകത്തുക വിശദീകരിക്കുന്ന സന്മാർഗദർശിനി എന്ന ഒരു പുസ്തകമുണ്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിന്റെ 28-ാം പേജിൽ അദ്ദേഹത്തിന്റെ വാദത്തിന്റെ ഒരു ആകത്തുക പറയുന്നുണ്ട്. ഞാൻ മുസ്ലിങ്ങൾക്ക് ഈസയാണ്, ക്രിസ്ത്യാനികൾക്ക് മിശിഹായാണ്, ഹിന്ദുക്കൾക്ക് കൃഷ്ണനാണ്, മറ്റുള്ള മതങ്ങൾക്കൊക്കെ അവരുടെ വാഗ്ദത്തോദ്ധാരകനാണ്, ഈ ആധുനിക ലോകത്തിന്റെ ഉദ്ധാരകനായി എന്ന ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ സംക്ഷിപ്തം എന്ന് സന്മാർഗദർശിനിയുടെ 28-ാം പേജിൽ പറയും. ഇതാണ് വാദം. അപ്പൊ എല്ലാം സമന്വയിച്ച കൃഷ്ണനായ, മിശിഹായായ, മഹ്ദിയായ, നഊദു ബില്ലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നബി തങ്ങളുടെ ആഗമനത്തെ കുറിച്ച് പറയാനും ആയത്ത് തന്നെയാണ്. സൂറത്തുൽ ജുമുഅയിലെ ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ എന്ന് പറയുന്ന വആഖരീന മിൻഹും ലമാ യൽഹഖൂ ബിഹിം എന്ന പരാമർശം. ആഖരീന മിൻഹും എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് മാത്രം പറഞ്ഞ് വിശദീകരിക്കില്ല. ഈ ആയത്ത് പറഞ്ഞു തീർന്ന ഉടനെ അവർ പറയും, ഈ ആയത്ത് പറയുന്ന സന്ദർഭത്തിൽ, ഈ ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഇവിടെ സൽമാനുൽ ഫാരിസി ഉണ്ടായിരുന്നു. പേർഷ്യക്കാരനായ സൽമാന്റെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ ആയത്ത് ഓതിയ ഉടനെ, ലൗ കാനൽ ഈമാനു ഇൻദ സുറയ്യ ലനാലഹു റിജാലും മിൻ ഹൗല. വിശ്വാസം സുറയ്യ കാർത്തിക നക്ഷത്രത്തിനടുത്താണെങ്കിലും ഈ ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട, സൽമാന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയ ഒരു സമൂഹം ആ വിശ്വാസത്തെ എത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുകളിലൊക്കെ കാണുന്ന ഹദീസ് അവർ പറയും. ഇത് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സംശയമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കും ആജമികൾക്കും ഉള്ള പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു വിശദീകരണം, മറ്റൊരു രൂപത്തിലുള്ള അവതരണം മാത്രമാണ് ഈ ആയത്തിലുള്ളത്. ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ, ഉമ്മിയങ്ങളിൽ റസൂൽ വആഖരീന മിൻഹും, മറ്റുള്ള സമൂഹത്തിലും റസൂൽ, ലമാ യൽഹഖൂ ബിഹിം, ഇവരോട് ഇതുവരെ ചേരാത്ത നമുക്കൊക്കെയുള്ള റസൂലാണെന്ന് പറയുന്ന ആയത്താണ്. പക്ഷേ അവർ അവിടെ ഹുവല്ലദി ബഅസ എന്ന് പറഞ്ഞതിനപ്പുറം വആഖരീന പറയുമ്പോൾ അവിടെ വയബഅസു ഫി ആഖരീന എന്ന് സങ്കൽപ്പിക്കും. ബഅസ എന്ന ഭൂതകാല ക്രിയാവാക്യത്തോട് അത്ഫ് ചെയ്യപ്പെട്ട ഒരു ഭാവികാല ക്രിയാവാക്യത്തെ അവിടെ സങ്കല്പിക്കണമെന്ന് പറയും. സങ്കല്പനയിൽ ജീവിക്കുന്ന ഒരു മതമാണ് ഖാദിയാനിസം. എന്തിനാണ് ബഅസയോട് യബഅസു നിങ്ങൾ സങ്കല്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നുമില്ല. അതായത് വയബഅസു ഫി ആഖരീന, മുഹമ്മദിനെ തന്നെ അവസാന കാലത്തും നിയോഗിക്കും എന്നാണ്. എന്നിട്ട് അർത്ഥം പറയാം, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലത്ത് നിയോഗിതനായതാണ് ഞാൻ എന്ന്, അല്ലെങ്കിൽ മീർസ എന്ന് അവർ വിശദീകരിക്കും. അങ്ങനെ ലനാലഹു റിജാലുൻ എന്നുള്ളതിൽ ചില റിവായത്തുകളിലുള്ള റജുൽ എന്ന പരാമർശത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ റജുൽ പേർഷ്യയിൽ വംശ പരമ്പര ചെന്നെത്തുന്ന മിർസ ഗുലാം തന്നെയാണ് പേർഷ്യക്കാരിൽ ഒരാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ റജുൽ എന്ന് പറയും. യഥാർത്ഥത്തിൽ പേർഷ്യക്കാരിൽ എത്രയെത്ര ആളുകൾ ഉണ്ടായി, പേർഷ്യക്കാർ എന്ന് ഒരു പരാമർശം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പേർഷ്യക്കാർ മാത്രമല്ല, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, ഇങ്ങനെ പല നാടിനെ കുറിച്ചും പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അതുപോലെ അവിടെ ഒരു പേർഷ്യക്കാരൻ ഉള്ളപ്പോ ഇവരെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് എത്തുമെന്ന് പറഞ്ഞ വാക്കിനെ
അവസാന കാലത്ത് വരുന്ന നബിതങ്ങളുടെ രണ്ടാം ജന്മമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ അബദ്ധ ജടിലത എത്ര ഗൗരവതരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ബേസ് അറിയുന്ന ആർക്കും ഖാദിയാനിസത്തെ ലളിതമായി പ്രതിരോധിക്കാൻ കഴിയും എന്ന് പറയുന്നത്. കാരണം വ്യാഖ്യാനങ്ങളിൽ മാത്രം ജീവിക്കുകയാണ്. ഇത് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഉടനെ പറയും ഈസാ നബി വാഗ്ദത്ത മസീഹാണ്, ഈസാ നബി അലൈഹിസ്സലാം വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടു, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നും അന്ത്യനാൾ അടുക്കുമ്പോൾ അദ്ദേഹം വരും എന്നും ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ ഇൻഹു ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീല വലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർദി യഖ്ലുഫൂന വഇന്നഹു ലഇൽമുൻ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ വത്തബിഊൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തു സുഖ്റൂഫിൽ പറയുന്നുണ്ട് വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, തീർച്ചയായും ഈസാ നബി അലൈഹിസ്സലാം അന്ത്യനാളിന്റെ ഒരു അടയാളമാണ്. അന്ത്യനാളിന്റെ അടയാളമായി ഈസാ നബി അലൈഹിസ്സലാം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈസാ നബിയെ പോലെ ഒരാൾ വരുന്നുണ്ട് എന്നല്ല. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ, ഈസാ നബി അലൈഹിസ്സലാമിനെ വിശദീകരിക്കുന്നിടത്ത് സൂറത്തു ആല ഇംറാൻ വിശദീകരിക്കുന്നു വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ, അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് തൊട്ടിലും സംസാരിക്കുന്നു, അവസാനകാല സമൂഹത്തിൽ മധ്യവയസ്കനായി പ്രത്യക്ഷപ്പെട്ടും സംസാരിക്കുന്നു. അതാണ് യുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയും. വഫി ഹാദിഹിൽ ആയത്തി നസ്സുന അലാ അന്നഹു സയൻസിലു ഇൻദ സഅ സയൻസിലു ഫിൽ അർള് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. അവസാന കാലത്ത് അദ്ദേഹം വരും, ഇറങ്ങി വരും എന്നതിന്റെ പ്രസ്പഷ്ടമായ തെളിവാണ് വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനം. ഇമാം റാസി അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ആയത്തിൽ നിന്നും വ്യക്തമാണ്. തഫ്സീറുകൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നത് ശരിയല്ല. കാരണം തഫ്സീർ വിശദീകരിക്കുമ്പോഴൊക്കെ അവർക്ക് അതിൻ്റെതായ ചില മറുപടികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ വളരെ എല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹി വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൻ എന്ന് പറഞ്ഞിട്ട് ബർറഫഅല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമ എന്ന് പറഞ്ഞതിന് ശേഷം വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബല മൗതി എന്ന് പറയും. ഈ മൂന്ന് ആയത്തുകൾ പറഞ്ഞാൽ ഖാദിയാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വിടും. മൂന്ന് ആയത്ത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ സൂറത്തു നിസായിലെ ഈ ആയത്ത്, പിന്നെ നേരത്തെ പറഞ്ഞ സൂറത്തു സുഖ്റൂഫിലെ വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ എന്ന ആയത്ത്, മറ്റൊന്ന് ആദ്യം പറഞ്ഞ ആല ഇംറാനിലെ വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി എന്ന ആയത്ത്. ഈ മൂന്ന് ആയത്തുകൾ പറഞ്ഞാൽ പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ വിടും. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബല മൗതി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന്റെ മുമ്പ് വേദക്കാരിൽ മുഴുവൻ ആളുകളും ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറയുന്നു. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ. അതുവരെ ആ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകൾക്കെതിരെ സാക്ഷിയായി ഈസാ നബി അലൈഹിസ്സലാം അന്ത്യനാളിൽ വരുമെന്നും അല്ലാഹു ഈ വചനത്തിൽ പറയും. ഇതിന്റെ ആമുഖമായിട്ടാണ് ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊന്നു എന്ന്, ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ കൊന്നു എന്ന് പറയുന്ന വാദത്തെ എതിർക്കാൻ അല്ലാഹു പറയുന്ന ആ വാക്ക് വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ മകൻ ഈസയെ നാം കൊന്നു എന്ന അവരുടെ വാക്ക് കാരണവും എന്ന് പറഞ്ഞ് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് കൊല്ലാനൊന്നും സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ആയത്ത്. ബർറഫഅഹു അല്ലാഹു ഇലൈഹി, മറിച്ച് അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു എന്ന്. ഇന്നി മുതവഫീക വറാഫിഉക, ഇതും നമ്മൾ പറയാറുണ്ട് ഉയർത്തിയതിനെ കുറിച്ച് പറയാൻ. അവിടെ അവർ പറയും അവിടെ മരിപ്പിച്ചു, സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു ചെയ്തത് എന്ന്. കാരണം ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഉയർത്തി എന്നുള്ളതിനെ അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ലളിതമായ അറബി ഭാഷ അറിയുന്ന ഒരാൾ ഇന്നി മുതവഫീക വറാഫിഉക എന്ന് പറയും. ഇന്നി മുതവഫീക എന്നാൽ ജസദും റൂഹുമുള്ള മനുഷ്യനും, റാഫിഉക എന്ന് പറഞ്ഞാൽ റൂഹ് മാത്രവും എന്നാണ് അവർ അർത്ഥം വെക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ വെക്കാവതല്ല. ഒന്നാമത്തെ കായുടെ അർത്ഥം അങ്ങയെ നാം മരിപ്പിച്ചു, ഇന്നി മുതവഫീക. രണ്ടാമത്തതിന് അവർ അർത്ഥം നൽകുക വറാഫിഉക, അങ്ങയുടെ ആത്മാവിനെ നമ്മൾ ഉയർത്തുകയും ചെയ്തു എന്നാണ്. ഒന്നാമത്തെ ക റൂഹും ജസദും, രണ്ടാമത്തെ ക ആത്മാവും വെക്കാൻ എന്താണ് ന്യായം? അത് തീർന്നു.
ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന. അപ്പൊ പിന്നെ യതവഫയുടെ മാനകളുമായി വരും. വിശുദ്ധ ഖുർആനിൽ 3 അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് തവഫി എന്ന ക്രിയാധാതുവിൽ നിഷ്പന്നമായിട്ടുള്ള പ്രയോഗം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മൗത്ത് എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തവഫയെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൗം, വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ എന്ന് പറയുന്നിടത്ത് നൗം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫലമ്മ തവഫൈതനി ഇന്നി മുതവഫിക എന്ന സ്ഥലങ്ങളിലൊക്കെ ഉയർത്തി എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. 3 അർത്ഥത്തിൽ ഉപയോഗിച്ച ഈ പദത്തിന് ഇവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇവരുദ്ദേശിക്കുന്ന അർത്ഥം തന്നെ വെക്കണമെന്ന് വാശി പിടിക്കുന്നതോടുകൂടി ആ ചർച്ചയും സമാപിക്കുകയാണ്. ഇങ്ങനെ വളരെ നിസ്സാരമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് നൽകപ്പെട്ട വഹ്യുകൾ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള വഹ്യുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ മുഹമ്മദ് അലി ദാരിമി ഉസ്താദ് പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ alislam.org അതാണ് വരിക, അവരുടെ സൈറ്റുകളാണ് വരിക ഇസ്ലാം സെർച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാന പാഠമുള്ള ഒരാൾ അത് തുറന്നു നോക്കിയാൽ ഒരു പ്രശ്നമില്ല, എല്ലാ പുസ്തകങ്ങളും അതിൽ കിട്ടും. ആ പുസ്തകം എടുത്ത് ഏതെങ്കിലും പുസ്തകം 2-3 പേജ് വായിക്കുമ്പോഴേക്ക് എന്താണ് ഖാദിയാനിസം, ചവറാണ് ഖാദിയാനിസത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് എളുപ്പത്തിൽ വായിക്കാൻ കഴിയും. വളരെ രസകരമായ വഹ്യുകളൊക്കെ ഉണ്ട്. ഭൂമിയിലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ട് അള്ളാഹുവിനോട് ഒപ്പിടാൻ പോയ സംഭവമൊക്കെ ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന് ഒപ്പിടാൻ വേണ്ടി, അള്ളാഹുവിന്റെ അറ്റസ്റ്റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ വെച്ചപ്പോ പിന്നെ അദ്ദേഹത്തിന്റെയും സുഹൃത്തിന്റെയും ശരീരത്തിലേക്ക് ചുവന്ന കളർ മഷി തെറിച്ചു എന്നും, അങ്ങനെ ഇതെന്താണ് ഈ മഷി എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോ അത് അള്ളാഹു ഒപ്പിടുമ്പം പേന കുടഞ്ഞപ്പോ മഷി തെറിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഇത്തരം ചവറുകളാണ് നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ കാണുക. അതിനിടയിൽ ഇംഗ്ലീഷിലുള്ള വഹ്യൊക്കെ കാണാൻ കഴിയും. കാരണം നമുക്കറിയാം ഇതിന്റെ ഖാദിയാനിസത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും അവരുടെ ആധുനിക നിലനിൽപ്പിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വിശാലമായ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഐ ലവ് യു, ഐ ആം വിത്ത് യു എന്നൊക്കെ പറയുന്ന ആയത്തുകൾ ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹം കേൾക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കരുതിയത്രേ സായിപ്പാണോ സംസാരിക്കുന്നത് എന്ന്. അള്ളാഹുവിന്റെ അശരീരി കേട്ടിട്ട് അദ്ദേഹം സംശയിച്ചത് അദ്ദേഹം തന്നെ എഴുതി വെക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി തമാശകൾ. അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത് 22 വർഷത്തോളം സുന്ദരനായ സായിപ്പിന്റെ വേഷത്തിലുള്ള ഒരു മലക്ക് വരാറുണ്ടായിരുന്നു. എന്റെ മേശയുടെ അടുക്കൽ കസേരയിട്ട് ഇരിക്കുകയായിരുന്നു എപ്പോഴും ചെയ്യാറുള്ളത് എന്നാണ്. സായിപ്പിന്റെ വേഷത്തിൽ ഒരു മലക്ക് 22 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ റൂമിൽ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അയാളോട് പറഞ്ഞു, എന്തൊരു സൗന്ദര്യമാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദർശനമാണ് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറെ ചവറുകൾ നിങ്ങൾക്ക് ഈ സൈറ്റുകളിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നോക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാനുള്ള പക്വതയുണ്ടാവില്ല. അവർ പറയുന്ന മനോഹരമായ അവരുടെ സംസാര ശൈലി, പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 150ഓളം രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിച്ച സാമ്പത്തിക സ്രോതസ് അവർക്കുണ്ട്. 24 മണിക്കൂറും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന MT എന്ന് പറയുന്ന ഒരു ചാനൽ അവർക്കുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരനായ ഒരു ഖാദിയാനിയും സാധാരണക്കാരനായ ഒരു മുസ്ലിമും തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായ അയാളുടെ സംസാര ശൈലിയിലും സ്വഭാവത്തിലും ആകർഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആ സാധ്യതയാണ് പണ്ഡിത വിദ്യാർത്ഥികളും പണ്ഡിതരും പ്രതിരോധിക്കേണ്ടത്. കാരണം അപൂർവമായി, നേരത്തെ പറഞ്ഞതുപോലെ വളർച്ചയൊക്കെ മുരടിച്ചിട്ടുണ്ടെങ്കിലും അപൂർവമായി നമ്മുടെ പണ്ഡിത വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും ഒക്കെ വലയിലാക്കാൻ വേണ്ടി ചില വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ട് അതിൽ ചില ചർച്ചകളൊക്കെ ഇങ്ങനെ രമ്യമായ രീതിയിൽ ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്ന പല ഗ്രൂപ്പുകളിലും എനിക്കും സംവദിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ആ സംസാരിക്കുന്ന പല ആളുകളിലും ഇസ്രായേലിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളോട് പറയാം ഫലസ്തീനിലാണ് ഞാൻ ഉള്ളത് എന്നാണ്. ഇസ്രായേലും അതുപോലെ ബ്രിട്ടനും ഒക്കെയാണ് ഇവർക്ക് സാമ്പത്തികമായ സഹായം നൽകുന്നത്. പിന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ അവരോട് സംസാരിച്ചാൽ അത് ആരോപണമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ തന്നെ സംസാരിച്ച് തോൽപ്പിക്കാവുന്ന ചെറിയ നിസ്സാരമായ
ഒരു പ്രസ്ഥാനം മാത്രമാണ് ഖാദിയാനത്ത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാത്തത്. അവസാനം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നവരെത്തി നിൽക്കുന്ന മൗറീഷ്യസിലെ പ്രവാചകൻ എന്തൊക്കെയോ വാദങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ആയത്തുകൾ വെച്ച് അവർക്ക് അന്ത്യപ്രവാചകനെ അംഗീകരിക്കേണ്ടി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മിർസയല്ലാത്ത പ്രവാചകനില്ല എന്ന് സ്ഥാപിക്കേണ്ട ദുരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിയാനിസത്തെ എത്തിച്ചു എന്നതാണ് സത്യം. അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കേണ്ടി വരും മിർസ പ്രവാചകനാണെങ്കിൽ മുനീർ അസീമും പ്രവാചകനാവണം. എന്തുകൊണ്ട് മിർസ മാത്രം പ്രവാചകനായി, എന്തുകൊണ്ട് മുനീർ അസീം പ്രവാചകനാവുന്നില്ല എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. മുനീർ അസീം ബാധിക്കുന്നത് മിർസ ബാധിക്കുന്ന അതേ വാദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് ഖാദിയാനികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോരാളികളിൽ നിന്നൊക്കെ കാണാനും വായിക്കാനും കഴിയുന്നത്. അനന്തമായ ഖുർആൻ വ്യാഖ്യാനങ്ങളും ഹദീസുകളെ ദുർവിനിയോഗം ചെയ്യുകയും മഹത്തുക്കളായ ആളുകളുടെ ഉദ്ധരണികളെ മിർഖാത്തിനെ അടക്കം, നമ്മുടെ മിഷ്കാത്തിന്റെ ശർഹായിട്ടുള്ള മിർഖാത്തിനെ അടക്കം ദുരുപയോഗം ചെയ്തിട്ടാണ് അവരെ പേര് പോലും. മിർഖാത്തിൽ അവസാന കാലത്തുള്ള വിശ്വാസികളെ കുറിച്ച് തരീഖത്തുൽ അഹ്മദിയ എന്ന ഒരു പരാമർശം ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അഹ്മദിയ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിതാബുകളിലുള്ള പേര് മുഴുവൻ വരും. അപ്പൊ അഹമ്മദിയ എന്ന് മിർഖാത്ത് കണ്ടപ്പോൾ അതെടുത്തിട്ട് ഞങ്ങളെ പേരുള്ള പ്രസ്ഥാനമാണ് അവസാന കാലത്ത് വിജയിക്കുന്ന പ്രസ്ഥാനം എന്ന് മിർഖാത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയും. യഥാർത്ഥത്തിൽ അഹമ്മദിയ എന്നതിന്റെ തൊട്ട് മുമ്പുള്ളത് തരീഖത്തുൽ അഹ്മദിയ എന്നാണ്. എന്നാൽ ഇവരുടെ പേര് ജമാഅത്തുൽ അഹ്മദിയ എന്നാണ്. അപ്പം തരീഖത്തും ജമാഅത്തും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതും തീർന്നു. ഇങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന, വളരെ ലളിതമായി പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയുന്ന, നമുക്കാർക്കും ഒരു ഭീഷണിയുമല്ലാത്ത, സമൂഹത്തിനിടയിൽ ഒരു ചർച്ച ചെയ്ത് പ്രശ്നവൽക്കരിക്കേണ്ട ആവശ്യകതയില്ലാത്തത്ര മാത്രം ശുഷ്കിച്ചു പോയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ അല്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെയും തിരുനബിയുടെയും മേൽ കളവ് പറഞ്ഞ് കളവിന് മേൽ മാത്രം സ്ഥാപിതമായിട്ടുള്ള തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം മുസ്ലിം ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു തിയറിയുമായി ഇന്ത്യയിൽ വാണരുളിയ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടെ ഒത്താശയോടുകൂടെ കുറച്ചൊക്കെ വളർന്ന, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രങ്ങളിലൊക്കെ അതിൻ്റെ സ്വാധീനത്തിലും സാമ്പത്തിക സ്വാധീനത്തിലും ഓരോ ഓഫീസുകളും കുറച്ച് കുടുംബങ്ങളെയും കിട്ടിയിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഖാദിയാനിസം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം, എം.ടി. ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.